വിവാഹം കഴിഞ്ഞിട്ട് വെറും 6 ദിവസങ്ങൾ മാത്രം. തനിക്ക് പ്രിയപ്പെട്ടവനുമായി ഹിമാൻഷി ജീവിതം തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഭീകരർ അവളുടെ സകല സ്വപ്നങ്ങളും ഒരൊറ്റ ബുള്ളറ്റിൽ തകർത്തു. കയ്യിലെ മൈലാഞ്ചിമായി മുൻപേ അവൾ രാജ്യത്തിനൊപ്പം ഭർത്താവ് വിനയ് നർവാളിന് യാത്രാമൊഴിയേകി. വെടിയേറ്റ് വീണവരുടെയും പ്രിയപ്പെട്ടവരെ നഷ്ടമായവരുടെ തീരാ നോവിൻ്റെയും പ്രതീകമായി ആ നവവധു മാറി. അവളുടെ ദുഃഖത്തിനൊപ്പം രാജ്യമൊന്നാകെ ചേർന്നു. ഡൽഹി വിമാനത്താവളത്തിൽ വിനയുടെ മൃതദേഹവുമായി എത്തിയ ശവമഞ്ചത്തെ വാരിപ്പുണർന്ന് പൊട്ടിക്കരഞ്ഞ ഹിമാൻഷി സല്യൂട്ട് നൽകി ജയ് ഹിന്ദ് വിളിച്ചാണ് പ്രിയപ്പെട്ടവനെ യാത്രയാക്കിയത്. ആറുനാൾ നീണ്ട ദാമ്പത്യത്തിന്റെ ബാക്കി പത്രമായി അവളുടെ കൈകളിലെ ചുവന്ന കുപ്പിവളകൾ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ പുറത്തു വന്ന ദൃശ്യമായിരുന്നു നാവിക ഉദ്യോഗസ്ഥനായ ഭർത്താവ് വിനയ് നർവാളിന്റെ ജീവനറ്റ ശരീരത്തിന് സമീപം മരവിച്ചിരിക്കുന്ന ഹിമാൻഷിയുടേത്. കോടിക്കണക്കിന് ഭാരതീയർ ആ ചിത്രത്തിന് താഴെ കുറിച്ചത് ഒരേ വാക്കായിരുന്നു: ഹാർട്ട് ബ്രേക്കിംഗ്, ഹൃദയഭേദകമെന്ന്. ബൈസരൺ താഴ്വരയിൽ പ്രിയതമന്റെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ വിറങ്ങലിച്ചിരിക്കുന്ന ഹിമാൻഷിയുടെ ചിത്രം നിറകണ്ണുകളോടെയാണ് രാജ്യം കണ്ടത്. ഭീകരാക്രമണത്തിന്റെ ആഴവും പരപ്പും കണ്ണുനീരും വിളിച്ചോതുന്ന പ്രതീകമായി ആ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു. വെടിയേറ്റ് കിടക്കുന്ന ഭർത്താവിനെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവങ്ങളെപ്പറ്റിയുള്ള അവളുടെ സാക്ഷ്യവും ഏവരുടെയും ഉള്ളുലച്ചു. ഒരു തോക്കുധാരി ഭർത്താവിനോട് നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടയാളാണെന്ന് ചോദിച്ച ശേഷം വെടിവെക്കുകയായിരുന്നുവെന്ന് അവൾ നിറകണ്ണുകളോടെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് അഭിമാനം നൽകുന്ന വിധത്തിൽ ഞാൻ ജീവിക്കും. മൃതദേഹത്തിന് മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ് വാക്കുകൾ പതറി ആ 24-കാരി പറഞ്ഞു. സ്വപ്നങ്ങളെല്ലാം തകർന്ന് മരവിച്ച മനസ്സുമായി നിൽക്കുമ്പോഴും അവനായി ഹൃദയത്തിൽ നിന്നൊരു ജയ് ഹിന്ദ് നൽകാൻ അവൾ മറന്നില്ല. ഓരോ ഇന്ത്യക്കാരൻ്റെയും ഹൃദയത്തിലേക്കും ആ ജയ് ഹിന്ദ് പടർന്നു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോട് കൂടിയായിരുന്നു ഇന്ത്യൻ നേവി ലഫ്റ്റനന്റ് വിജയ് നർവാളിന് രാജ്യം വിട നൽകിയത്.
ഹരിയാനയിലെ കർണാൽ ബുസ്ലി സ്വദേശിയും കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിലെ ഓഫീസർ ഇൻചാർജുമായിരുന്ന ലഫ്റ്റനന്റ് വിനയ് നർവാളും ഗുരുഗ്രാം സ്വദേശി ഹിമാൻഷിയും തമ്മിലുള്ള വിവാഹം ഈ മാസം 16-നായിരുന്നു. 19-ന് സർക്കാർ ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം 20-നാണ് മധുവിധു ആഘോഷിക്കാൻ നവദമ്പതികൾ കശ്മീരിലേക്ക് പോയത്. മധുവിധു സ്വിറ്റ്സർലൻഡിൽ ആഘോഷിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നതെങ്കിലും വിസ ലഭിക്കാൻ കാലതാമസം നേരിട്ടതോടെ പദ്ധതിയിൽ മാറ്റം വരുത്തി കശ്മീരിലേക്ക് പുറപ്പെടുകയായിരുന്നു. ഉത്തരേന്ത്യൻ ആചാരപ്രകാരം ഇരുവരുടെയും കുടുംബാംഗങ്ങൾ ബന്ധുക്കളുടെയും അയൽവാസികളുടെയും വീടുകളിൽ മധുരപലഹാരങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കവെയാണ് വിനയുടെ മരണവാർത്ത അവരെ തേടിയെത്തിയത്. അക്ഷരാർത്ഥത്തിൽ അതിവൈകാരിക രംഗങ്ങൾക്കാണ് ദില്ലി ഇന്ദിരാഗാന്ധി വിമാനത്താവളം സാക്ഷിയായത്. ഹിമാൻഷിയെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കൾ ഏറെ കഷ്ടപ്പെട്ടു. വിനയുടെ സ്വദേശമായ ഹരിയാനയിലേക്ക് മൃതദേഹം കൊണ്ടുപോയി. ഇന്നലെ വൈകിട്ട് കർണാലിൽ വിനയുടെ മൃതദേഹം സംസ്കരിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെയും മൃതദേഹവും ജന്മനാട്ടിൽ സംസ്കരിച്ചു. വിവാഹിതനായി ഏതാനും മാസങ്ങൾ മാത്രം പിന്നിട്ട ശുഭം ദ്വിവേദിക്കും ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായിരുന്നു. ഭാര്യയുടെ മാതാപിതാക്കൾ, ഭാര്യ സഹോദരി എന്നിവർക്കൊപ്പമാണ് ശുഭം ദ്വിവേദി കശ്മീരിലേക്ക് എത്തിയത്. പഹൽഗാമിലെ ഭക്ഷണശാലയ്ക്ക് സമീപമായിരുന്നു ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും രാജ്യത്തിനകത്തും പുറത്തുനിന്നുമുള്ള ടൂറിസ്റ്റുകളായിരുന്നു. 26 പേരുടെ ജീവനാണ് ആക്രമണത്തിൽ നഷ്ടമായത്. ഹിമാൻഷിയെ പോലെ പ്രിയപ്പെട്ടവരെ നഷ്ടമായ എല്ലാവർക്കും ജീവിതം തിരിച്ചുപിടിക്കാനുള്ള ആത്മവിശ്വാസവും ധൈര്യവും ലഭിക്കട്ടെ.